വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള മൂന്നാം ഘട്ട തെളിവെടുപ്പ് വൈകാതെ നടക്കും. വെഞ്ഞാറമൂട് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ഇന്ന് പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, ഇനി പ്രധാനമായും തെളിവെടുപ്പ് നടത്താനുള്ളത് അഫാന്റെ വീട്ടിൽ തന്നെയാണ്. അവിടെയാണ് 2 കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവുമോ? എന്നാണ് പോലീസ് കരുതുന്നത്. ഇന്ന് അഫാനെ കസ്റ്റഡി കിട്ടുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. പേരുമലയിലെ വീട്ടിൽ 2 കൊലപാതകങ്ങൾ, അത് സ്വന്തം സഹോദരനെയും കാമുകിയും കൊലപ്പെടുത്തിയ വീട്ടിലാണ് ഇനി തെളിവെടുപ്പ് നടത്തേണ്ടത്. അവിടെ ഈ കൊലപാതകത്തിന്റെ ആസൂത്രണം അടക്കം നടന്ന സ്ഥലം കൂടിയാണത്. ഉമ്മയെ ആദ്യം കഴുത്തുനിരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. കൂട്ട ആത്മഹത്യക്ക് അവർ തീരുമാനമെടുത്തു എന്നൊക്കെ അഫാന്റെ മൊഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് തെളിവെടുപ്പ് പ്രധാനപ്പെട്ടതാണ്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തേണ്ടതുണ്ടാകും. നേരത്തെ തന്നെ പോലീസ് തെളിവെടുപ്പിൽ ഈ കൊലയുമായി ബന്ധപ്പെട്ട ആയുധങ്ങളടക്കമുള്ള കാര്യങ്ങൾ കണ്ടെടുത്തിരുന്നു. ഈ മറ്റുള്ള തെളിവുകൾ കൂടി ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പേരുമല്ല വീടിന്റെ തെളിവെടുപ്പ് പ്രധാനപ്പെട്ടതാണ്. അഫാനെ ഇന്ന് കസ്റ്റഡി കിട്ടിയാൽ ഇന്ന് തന്നെ തെളിവെടുപ്പുണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇപ്പോഴും ഈ അഫാന്റെ മാതാവ് ഷമി ഇപ്പോഴും കൊലപാതകമാണ് അഫാൻ നടത്തിയെന്ന കാര്യം പറയുന്നില്ല. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കാര്യത്തിലും ഷമി അത് അങ്ങനെ പറയുന്നില്ല. അപകടമെന്ന നിലപാടിൽ ഉറച്ചു, കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഷമിയുടെ മൊഴി വളരെ ഇക്കാര്യമുള്ള പ്രധാനപ്പെട്ടതാണ്. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു കുടുംബത്തിന്. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കേണ്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൂട്ട ആത്മഹത്യയ്ക്ക് അമ്മയും മകനും ചേർന്ന് തീരുമാനമെടുത്തു എന്ന അഫാന്റെ മൊഴിയിലുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെയും ഈ മാതാവ് ഷമി അത് സ്ഥിരീകരിച്ചിട്ടില്ല. അവരുടെ മൊഴിയിൽ ശരിയല്ല തെളിയിക്കാൻ, അഫാന്റെ മൊഴിയാണ് ശരി തെളിയിക്കാൻ വേണ്ട ചില തെളിവുകൾ കൂടി പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അത് ഈ പേരുമല്ല വീട്ടിലെ കൂടുതൽ തെളിവെടുപ്പിൽ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കസ്റ്റഡിയിൽ കിട്ടിയാൽ തെളിവെടുപ്പിന് ശേഷം 1-2 ദിവസത്തെ കസ്റ്റഡിയാകും കോടതി നൽകുക. അങ്ങനെ കസ്റ്റഡി ഉള്ളിൽ നിന്ന് സമയത്ത് ഈ തെളിവെടുപ്പിന് ശേഷം അഫാനെ 2 ദിവസത്തിനുള്ളിൽ ജയിലിലേക്ക് തിരികെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇന്ന് തന്നെ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ശരി, അരുൺ. വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.